വെൽക്കം ടു നെല്ലീസ് ഫാമിലി ടോക്ക്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടത് വിജയത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ്. ഇത് നാം നേടാതെ ഇരുന്നാൽ, നമ്മൾ മനസ്സിലാക്കാതെ ഇരുന്നാൽ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല. പലരും നമുക്ക് മോട്ടിവേഷൻസ് ഒക്കെ തരും, പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാറില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്ന, തള്ളിക്കളയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടവ. അതിലൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ മാറുമ്പോഴാണ് എൻ്റെ ലോകം മാറുന്നത്. ഈ ലോകം മാറുന്നത് കാത്തിരിക്കുകയല്ല മനുഷ്യർ ചെയ്യേണ്ടത്, മറിച്ച് നമ്മൾ ഓരോരുത്തർ മാറുകയാണ്. മാറേണ്ടത് ഇവിടെയാണ്, പുറമേ അല്ല. നമ്മൾ മാറേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. മാറണമെന്ന് ആഗ്രഹിക്കുന്നത് എളുപ്പമാണ്, എന്നാൽ നമ്മുടെ സമീപനവും നമ്മുടെ ചിന്തയും മാറുമ്പോഴാണ് റിയൽ വേൾഡ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു വരുന്നത്. മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ, എന്നാൽ ഈ ലോകം മാറുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് നമ്മുടെ ചിന്തകളും നമ്മുടെ സമീപനങ്ങളുമാണ് മാറേണ്ടത്. എന്നാൽ അതാണ് റിയൽ ചലഞ്ച്. ചേഞ്ച് യുവേഴ്സ് ഫസ്റ്റ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, മറക്കാതെ ഇരിക്കുക. ഞാൻ മാറുമ്പോഴാണ് എൻ്റെ ലോകം മാറുന്നത്. അതുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത് ഇതാണ്: ചിന്തകളാണ് നമ്മളുടെ ജീവിതത്തെ ഷെയ്പ്പ് ചെയ്യുന്നത്. പോസിറ്റീവ് ചിന്തകളിൽ നിന്ന് പോസിറ്റീവ് ജീവിതവും, നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് നമുക്ക് ഭയവും പരാജയവും ഉണ്ടാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ചിന്തകളെ ക്രമീകരിച്ച് പോസിറ്റീവ് ചിന്തകളാക്കാൻ ശ്രമിക്കുക. അതായത് മൈൻഡ് സെറ്റ് ഡിസേർവ്സ് യുവർ ഡയറക്ഷൻ. ചെറിയ മാറ്റങ്ങൾ പോലും വലിയ ഫലം തരുന്നവയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം 1% മാറാൻ ശ്രമിക്കുക. അപ്പോൾ 100 ദിവസങ്ങളാവുമ്പോൾ വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. സ്പെൻസർ ജോൺസന്റെ ഒരു പുസ്തകം നമ്മൾ കേട്ടിട്ടുണ്ടാവും, 1 മിനിറ്റ് മാനേജർ എന്ന് പറയുന്നത്. നമ്മൾ ഒരു ദിവസം, അതോടൊപ്പം തന്നെ അറ്റോമിക് ഹാബിറ്റ് എന്ന് പറയുന്ന പുസ്തകങ്ങളൊക്കെ ഇത്തരത്തിൽ വളരെയേറെ വിശകലനം ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ 1% മാറാൻ പടിപടിയായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരും. അതുകൊണ്ട് മാറ്റങ്ങൾ തുടങ്ങി വെക്കുക, ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മാസീവ് ഗ്രോത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി നാലാമത്തെ പോയിന്റ് ആയിട്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ എക്സ്ക്യൂസസ് ഇഷ്ടം പോലെ ഉണ്ട്. അത് മാറ്റി നമ്മൾ ആക്ഷനിലേക്ക് കടക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ളവർ പല പല എക്സ്ക്യൂസസ് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. എനിക്ക് സമയം കിട്ടിയില്ല, എനിക്ക് അവസരം കിട്ടിയില്ല. അങ്ങനെ ഒരു സാഹചര്യങ്ങളില്ല. സമയം എല്ലാവർക്കും ഈ 24 മണിക്കൂർ തന്നെയാണ്. ആർക്കും അധികമായ സമയമില്ല. ചാൻസസും അത്തരത്തിൽ തന്നെയാണ്. നമ്മൾ ആ ചാൻസസ് കാണാതിരിക്കുന്നത് കൊണ്ടാണ്. ഒരാൾക്ക് പ്രത്യേക അവസരങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് കണ്ടല്ല, അയാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഓരോ പ്രവർത്തനങ്ങളെയും അതിൻ്റെതായ സമയത്ത് ചെയ്യുമ്പോൾ അയാൾ കൂടുതൽ അവസരങ്ങൾ അയാൾക്ക് ലഭിക്കുന്നതാണ്. അല്ലാതെ ആരെയും ചാൻസസ് വന്ന് വിളിക്കുന്നതല്ല. നിങ്ങൾ നിങ്ങളുടെ സമയം പ്രോപ്പറായി വിനിയോഗിച്ച് ഒരു ടൈമിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തു നോക്കുക. 100% നിങ്ങൾക്ക് ഇതൊക്കെ സാധിക്കും. ആക്ഷൻ ബീറ്റ്സ് എക്സ്ക്യൂസസ്. അടുത്ത 5ാമത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഡിസിപ്ലിൻ എന്നതാണ് വിജയത്തിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. മോട്ടിവേഷൻ എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പൊ ഞാനൊക്കെ പറയുന്ന ഒരു മോട്ടിവേഷൻ എന്നത് അത് താൽക്കാലികമാണ്. എന്നാൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പെർമനന്റ് ആണ്. നിങ്ങൾ വളരെ ഡിസിപ്ലിനോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഒരു ഉദാഹരണമായി നിങ്ങൾ ചെയ്യുന്ന എക്സസൈസ്, നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ, അങ്ങനെ ജോലികൾ നിങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ആ ഡിസിപ്ലിൻ കാത്തു സൂക്ഷിക്കുമ്പോൾ ദൈനംദിന ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അത് നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹെൽത്ത്, നോളജ് അങ്ങനെയെല്ലാം മാറി നമുക്കൊരു ട്രാൻസ്ഫോർമേറ്റീവായ തലത്തിലേക്ക് മാറുന്നതാണ്. ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്തതായിരിക്കും. എങ്ങനെയായാൽ പോലും do it even when you don't feel like it. നമ്മുടെ മനസ്സിൽ ഭയം ഉണ്ടാകുമ്പോൾ ആ ഭയത്തെ തടഞ്ഞു നിർത്തണം. അതാണ് 6ാമത്തെ പോയിന്റ്. ഫിയർ നമ്മുടെ ചേഞ്ചിനെ തടയും. അതുകൊണ്ട് മാറ്റങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭയത്തിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? പുതിയ കാര്യങ്ങളെ പരീക്ഷിക്കാൻ, ചെയ്യാൻ നമ്മൾ ഭയപ്പെടുന്നു. ആ പേടി ഉണ്ടാകരുത്. ഭയം നമ്മളെ ഇല്ലായ്മ ചെയ്യും. നമ്മൾ എന്താണോ നമുക്ക് ഭയം, ആ ഭയത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുക. അപ്പോൾ നമ്മുടെ ഭയം എന്ത് ചെയ്യും? നമ്മളിൽ നിന്ന് അകന്നു പോകും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്.
പക്ഷെ എവിടെയാണോ നമ്മുടെ ഭയത്തെ നമ്മൾ ഓവർകം ചെയ്യുന്നത്, അതായത് ട്രൈ ചെയ്യുന്നത്, അവിടെ നമ്മുടെ വിജയം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പ്രവർത്തിക്കുമ്പോഴേ, ആക്ഷൻ എടുക്കുമ്പോൾ മാത്രമേ വിജയം പൂർത്തീകരിക്കപ്പെടുന്നുള്ളൂ. ഇതിനായിട്ട് ഞാൻ പറയുന്നത്, പേഷ്യൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ റിസൾട്ട് ഉണ്ടാവില്ല. ക്ഷമയോട് കാത്തിരിക്കണം. ചൈനീസ് ബാംബുവിനെ നമ്മൾ കേട്ടിട്ടുണ്ട്. 5 വർഷക്കാലം അത് ഭൂമിയുടെ അടിയിലേക്ക് വളരുന്നു. ആരും അതിന്റെ വളർച്ച അറിയുന്നില്ല. വളരെ ശക്തമായി ഭൂമിക്ക് അടിയിലേക്ക് വളർന്ന് 5 വർഷങ്ങൾ കഴിയുമ്പോൾ അത് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് പെട്ടെന്ന് വളർന്നു വരുന്നത് പോലെ നിങ്ങളുടെ ജീവിത വിജയത്തിന് ആവശ്യമായ അടിത്തറ ശക്തിപ്പെടുത്തുമ്പോൾ നമ്മൾ ഒരു കുതിച്ചുചാട്ടത്തിലേക്ക്, അതുവരെയുള്ള ഒരു ക്ഷമ നമുക്കുണ്ടാകണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് സമയമെടുത്ത് വളരുമ്പോൾ കൂടുതൽ കൃത്യതയോട് നമുക്ക് വളരാൻ കഴിയും. അത് എവർലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ അവിടെ ഒരു മനസ്സിലാക്കേണ്ടത്, അവിടെ നമ്മൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത്, ട്രസ്റ്റ് ദ പ്രോസസ്. പ്രോസസ്സിന് സമയമെടുക്കും. അത് പരാജയമല്ല. നിങ്ങൾ നിങ്ങളെ കരുത്തരാക്കുകയാണ്. നിങ്ങൾ 1% വെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വിജയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ 7 പോയിന്റുകൾ നമ്മൾ മാറുമ്പോൾ ലോകം മാറുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. യഥാർത്ഥത്തിൽ മാറേണ്ടത് ആരാണ്? നമ്മളാണ്. നമ്മൾ മാറുമ്പോഴാണ് ലോകം മാറുന്നത്. എത്രയോ ആൾക്കാർ അത്തരത്തിൽ മാറി ചിന്തിച്ചു. അങ്ങനെയാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടത്. എല്ലാവരെയും കൂടെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ടല്ലേ പറയുന്നത്, 100-ൽ 3% ആൾക്കാരാണ് മാക്സിമം വലിയ വിജയങ്ങളുടെ പിന്നാലെ പോകുന്നത്. നമുക്ക് അത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് തയ്യാറായി മുന്നോട്ട് പോകേണ്ടി വരും. ഞാൻ ദിവസവും മാറുന്നു, എൻ്റെ ജീവിതം ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതിങ്ങനെ പറയുക, ഞാൻ ദിവസവും മാറുന്നു, എൻ്റെ ജീവിതം ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അത് വളരെ ഉപകാരപ്പെടുന്ന ഒരു വാക്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും, ഇന്നലെ ഞാൻ എങ്ങനായിരുന്നു, അതിൽ നിന്ന് ഇന്ന് ഞാൻ എത്ര വ്യത്യസ്തനായി മാറി, അതാണ് ഏറ്റവും ഉദാഹരണം. ഇന്നലെ ഞാൻ എവിടെയായിരുന്നു, അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു. ആ ചിന്തയും ആ പഠനത്തിനും കൂടുതൽ ഊന്നൽ നൽകുമ്പോൾ ജീവിതത്തിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ലോകം മാറുന്നത് കാത്തിരിക്കരുത്. നിങ്ങളുടെ സമയം നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ ഇതെല്ലാം ശരിയാവാം, എല്ലാം ശരിയായിട്ട് ഞാൻ ജയിക്കാം എന്നൊക്കെ വിചാരിച്ചാൽ നിങ്ങളുടെ സമയം കടന്നു പോവുകയും കാലം നിങ്ങളെ കാത്തിരിക്കില്ല എന്നുള്ള നഗ്നമായ സത്യം നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഡു ഇറ്റ് നൗ. ഇന്ന് തുടങ്ങുക, ഇന്ന് ചെയ്യുക, കഴിയുന്നത് ചെയ്യുക. അത് വളർത്ത് നിങ്ങളുടെ ഡിസിപ്ലിൻഡായ ആക്ഷൻസിലൂടെ നിങ്ങൾക്ക് വലിയ ജീവിത വിജയങ്ങൾ നേടാൻ കഴിയും. താങ്ക് യു. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, വളരെ ഗുണകരമായ കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ അത് കേട്ട് മനസ്സിലാക്കി ഞങ്ങളോടൊപ്പം ചേരണം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഫോളോ ചെയ്യുക, ഞങ്ങൾ പറയുന്ന വീഡിയോസ് കേൾക്കുക. താങ്ക് യു.